ജീവിതം ശൂന്യമാ ജീവിതം ശൂന്യമാ നീയില്ലാത്ത നാളുകൾ വ്യർത്ഥമാ നീയില്ലാത്ത ജീവിതം ശൂന്യമാ നീയില്ലാത്ത നാളുകൾ വ്യർത്ഥമാ. കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നാം ഇന്നലെ ശുശ്രൂഷ ആരംഭിച്ചത്. हमने दूसरे कोरिन्थी उसके दूसरे अध्याय से हमने सेवकाई शुरू किया था. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ उसके 6वें वचन में അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി എന്ന് നാം വായിക്കുന്നു. उसने हमें नए नियम की नई वाचा का सेवक ठहराया, ऐसे हमने पढ़ा. ഈ ശുശ്രൂഷയിൽ പുതിയ ഉടമ്പടിയുടെ ആമുഖം എന്നൊരു ആലോചനയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. और इस नई वाचा का एक सामने वाला प्रचार अभी मैं कर रहा हूं आपके साथ. അതിനുശേഷമായിട്ട് ഉച്ച മുതൽ ഓരോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ തലക്കെട്ടുകൾ, പുതിയ ഉടമ്പടിയും നീതിയും പുതിയ ഉടമ്പടിയും ജീവനും, അങ്ങനെ ഓരോ തലക്കെട്ടിൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നതാണ്. इसके संदर्भ में और प्रभु के दास लोग दोपहर से लेकर के और गहराई में हमको सिखाएगा. പുതിയ ഉടമ്പടിയുടെ ആമുഖം. और हम अभी उसके पृष्ठभूमि के बारे में देख रहे. ये नया वाचा मतलब क्या है? ബൈബിൾ ഉടമ്പടിയുടെ പുസ്തകമാകുന്നു. परमेश्वर का वचन वाचा का पुस्तक है. അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റമെന്റ് എന്നും ഓൾഡ് ടെസ്റ്റമെന്റ് എന്നും ബൈബിളിന് പേര് കൊടുത്തിരിക്കുന്നത്. इसलिए उसको नया वाचा और पुराना वाचा करके बाइबल में नाम दिया है. കവനന്റ് എന്നുള്ള ആ വാക്കിന് ടെസ്റ്റമെന്റ് എന്ന ബൈബിളിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ടെസ്റ്റമെന്റ് ലാറ്റിൻ വാക്കിൽ നിന്ന് വരുന്നതാണ്. और लतीन भाषा से आया हुआ शब्द से ये वाचा का शब्द निकला है. ഈ കവനന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഗ്യാരണ്ടീഡ് പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് എഗ്രിമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും.
और ये इस वाचा का मतलब है एक ऐसे पक्का किया हुआ योजना जो परमेश्वर ने बनाए हैं। ഒരു കോൺട്രാക്റ്റിനെക്കാട്ടിലും ഉയർന്നതാണ് കവനന്റ് എന്ന് പറയുന്നത്. एक आपसी समझ में आने से भी बढ़ करके है वाचा बांधने के बाद। കവനന്റിൽ ലോയൽറ്റി കൂറുണ്ട്. और हम जब वाचा बांधते हैं उसके प्रति हम वचनबद्ध होते हैं। ആ കവനന്റിൽ ആ അടുപ്പം വർദ്ധിക്കുന്നതിനാൽ ഭക്തിക്ക് സമാനമാകുന്ന ഒരു കാര്യമുണ്ട്. और वाचा भक्ति से बराबर होती है। അതിനാൽ ഈ ഗ്യാരണ്ടീഡ് എഗ്രിമെന്റ് ആകുന്ന കവനന്റ് അൺബ്രേക്കബിൾ ആകുന്നു. क्योंकि इस प्रकार से किया हुआ वाचा तोड़ा नहीं जा सकता। ഈ ലോകത്തിൽ പലതരത്തിലുള്ള യോജിപ്പുകളുണ്ട്. कई प्रकार की जोड़ा जाता है ആശാരിമാർ തടി തമ്മിൽ യോജിപ്പിക്കുവാൻ ഇടവരും. और बड़ाई लोग लकड़ी को जोड़ते हैं। ആ കമ്പി തമ്മിൽ ഈ ചെറിയ അത് ഉരുക്കി യോജിപ്പിക്കാറുണ്ട്. और लोहे को वेल्डिंग करके जोड़ते हैं। വെൽഡ് ചെയ്ത് കമ്പികൾ യോജിപ്പിക്കാറുണ്ട്. लोहे को वेल्डिंग करके जोड़ते हैं। എന്നാൽ ഇത് ആത്മാവിൽ ഉള്ള ഒരു യോജിപ്പാണ് കവനന്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. लेकिन ये वाचा आत्मा में होने वाला एक जोड़ना है। വിവാഹം അതിന് നല്ല ഒരു ഉദാഹരണമാകുന്നു. हम उसके लिए विवाह को लिया जा सकते हैं। ഭാര്യയും ഭർത്താവും ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹത്തിൽ യോജിക്കപ്പെടുകയാണ്. और एक स्त्री और पुरुष विवाह के बंधन में बंध जाता है। അവിടെ ഒരു കൂട്ടിക്കെട്ടലല്ല നടക്കുന്നത്. वहां पर बांधा नहीं जाता है। അവിടെ ആണിയടിച്ചുറപ്പിക്കുകയല്ല ചെയ്യുന്നത്. वहां पर कीला टोकर की एक स्त्री पुरुष को बांधा नहीं जाते। വെൽഡ് ചെയ്ത് യോജിപ്പിക്കുകയുമല്ല ചെയ്യുന്നത്. वहां पर वेल्डिंग नहीं किया जाता उनकी। അവിടെ ആ റിലേഷൻഷിപ്പ് സ്പിരിച്വൽ ആയിട്ടൊരു ബന്ധമാണ് അവിടെ इन സ്ഥാപിതമാകുന്നത്. दोनों के बीच के रिश्ते को आत्मिक संबंध बनाते हैं। അതേപോലെ उसी रीति से കർത്താവുമായി നാം ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ जब परमेश्वर के साथ हम एक वाचा में आते हैं, ഭാര്യ ഭർത്തൃ ബന്ധം പോലെ पति पत्नी के रिश्ते जैसे അടുപ്പമുള്ള ഒരു ബന്ധമാണ് അവിടെ ആരംഭിക്കുന്നത്. इतनी एक नजदीकी रिश्ता परमेश्वर के साथ हमारा बन जाता है। അത് സാധാരണ ഒരു ബന്ധവുമല്ല. और एक साधारण मित्रता नहीं है। സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം പോലല്ല. ये मित्रों के बीच की संबंध नहीं है। ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെയുമല്ല. और पति पत्नी के बीच के संबंध जैसे भी नहीं। ഒരിക്കലും പിളർക്കപ്പെടുവാൻ കഴിയാത്തൊരു ബന്ധമാണ് സ്ഥാപിതമാകുന്നത്. ये परमेश्वर के साथ का ये वाचा कभी भी तोड़ा नहीं जा सकने वाला संबंध है। യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത അതാണ്. यीशु मसीह के साथ मिला हुआ नई वाचा का विशेषता यही है। അത് മുറിച്ചു കളയുവാൻ കഴിയാത്തൊരു ബന്ധമാകുന്നു. ये कभी भी तोड़ा या अलग कर नहीं सकने वाला रिश्ता है। ആ ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എങ്കിൽ, यदि आप उस रिश्ते में जुड़ गए हैं, ആ ബന്ധത്തിലൂടെ ലഭിക്കേണ്ടതെല്ലാം നിങ്ങൾ പ്രാപിക്കുവാൻ അവകാശികളാകുന്നു. उस संबंध से मिलने वाली सारी बातें आपको प्राप्त करना होगा। ഇതൊരു ആമുഖമാകുന്നതിനാൽ ബൈബിളിലെ ചില ഉടമ്പടികളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ये मेरी शुरुआत की प्रचार है, इसलिए बाइबल के कुछ और वाचा के बारे में मैं आपसे बात करना चाहता हूँ। പ്രധാനമായി 7 ഉടമ്പടികളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. और मैं कुछ 7 बातों को आपके सामने में प्रचार करूंगा। ഈ 7 ഉടമ്പടികളിൽ 4 ഉടമ്പടികളും ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടികളാണ്. इन 7 में से 4 वाचा परमेश्वर ने इस्राएलियों के संदर्भ में दिया हुआ है। 3 ഉടമ്പടികൾ ദൈവം മാനവരാശിയോട് ചെയ്ത ഉടമ്പടികളാകുന്നു. बाकी 3 जो वाचा परमेश्वर मानव जाति से किया हुआ है। ഇസ്രായേലിനോട് ചെയ്ത 4 ഉടമ്പടികളിൽ 3 ഉടമ്പടികൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഉടമ്പടികളായിരുന്നു. इस्राएल से किया हुआ 4 में से 3 जिसको कोई बिना शर्त की वो वाचा था। എന്നാൽ ഒരു ഉടമ്പടി കണ്ടീഷണൽ ആയിരുന്നു. लेकिन एक वाचा जो इस्राएल को दिया वो शर्त पर आधारित था। അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഉടമ്പടിയുടെ പ്രത്യേകത ജനം അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും കർത്താവ് അത് നടപ്പിലാക്കിയിരിക്കും. और वो बिना शर्त की वाचा का मतलब लोग माने ना माने परमेश्वर उसे पूरा करेगा। ഈ 4 ഉടമ്പടികൾ ഇസ്രായേലുമായിട്ടുള്ള 4 ഉടമ്പടികളിൽ इस्राएल के साथ की इन 4 वाचाओं में से അതിന്റെ ആരംഭം എന്ന് പറയുന്നത് അബ്രഹാമിലാകുന്നു. और उसका शुरुआत अब्राहम से किया है। എന്നാൽ അതിനു മുന്നമേ ഏദൻ തോട്ടത്തിൽ उससे पहले एदन की वाटिका में ദൈവം ആദമിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. परमेश्वर आदम से एक वाचा बांधते ആ हैं। ആദമിനോടുള്ള ഉടമ്പടിയെ और आदम के साथ किया हुआ वाचा को, അതിനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. उस वाचा को हम 2 पहलुओं में देख सकते हैं। ആ നിഷ്പാപ സമയത്തുള്ള ഉടമ്പടിയും और उस उद्भव स्थान की वाचा അവന് വീഴ്ച വന്നതിന് ശേഷമുള്ള ഉടമ്പടിയും, और वो पाप में गिरने की बाद की वाचा। എല്ലാ ഉടമ്പടികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. सारी वाचाओं को एक विशेषता है। ഈ 7 ഉടമ്പടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ इन 7
वाचाओं को आप ध्यान दे, ഈ ഉടമ്പടികളിലെല്ലാം രക്തച്ചൊരിച്ചിൽ നമുക്ക് കാണുവാൻ കഴിയും. इन सारी वाचाओं में लहू बहाया जाता है, ഇതെല്ലാം രക്ത ഉടമ്പടികളാകുന്നു. क्योंकि ये लहू देख करके किया हुआ वाचा है. ആദാമ്യ ഉടമ്പടി ശ്രദ്ധിക്കുക. आदम के साथ में जो वाचा बांधे हैं, ഉൽപ്പത്തി പുസ്തകത്തിൽ പോകുമ്പോൾ उत्पत्ति की पुस्तक में അതിന്റെ 1-ാമത്തെ അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ उसके पहले अध्याय के 26 से लेकर के वचन पढ़ते हैं. അവൻ പാപത്തിൽ വീഴുന്നതിനു മുന്നമേ उसको पाप में गिरने से पहले ദൈവവും അവനുമായിട്ടുള്ള ഉടമ്പടിയെ കുറിച്ചുള്ള വിശദീകരണം കാണുവാൻ കഴിയുന്നുണ്ട്. परमेश्वर उनके साथ किया हुआ वाचा के बारे में पढ़ते हैं. കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത് അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണമെന്നായിരുന്നു. परमेश्वर ने चाहा कि उनका संतान हो और पृथ्वी पर प्रभुता करे. സകലത്തിനെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പർവ്വജാതികളെയും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവാൻ വേണ്ടിയായിരുന്നു കർത്താവ് ആഗ്രഹിച്ചിരുന്നത്. आकाश के पक्षियों और समुद्र की मछलियों और सारे भूमंडल पर वो प्रभुता करे. അപ്പോൾ അവിടെ മനുഷ്യന് സൃഷ്ടിയോടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. इसका मतलब मनुष्य को सृष्टि से कुछ उत्तरदायित्व है. കർത്താവ് മനുഷ്യന് തമ്മിൽ ആ കവനന്റിൽ ഏർപ്പെടുമ്പോൾ परमेश्वर मनुष्य के साथ जब वाचा बांधते हैं, മനുഷ്യന് അവിടെ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയാണ്. मनुष्य को कुछ उत्तरदायित्व मिलते हैं. മൃഗങ്ങളുടെ മേൽ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നു. जानवरों के ऊपर के उत्तरदायित्व, മത്സ്യങ്ങളുടെ മേൽ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നു. मछलियों के बीच के ऊपर के उत्तरदायित्व, പ്രകൃതിയുടെ മേൽ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നു. प्रकृति के ऊपर में उत्तरदायित्व. അതോടൊന്നിച്ച് കർത്താവ് ഒരു നിബന്ധനയും വെക്കുവാനിടയായി. इसलिए परमेश्वर ने कुछ शर्त रखना शुरू किया ആ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷവുമായുള്ള ബന്ധത്തിൽ ഒരു നിബന്ധന വെച്ചു. और भले बुरे के जानकारी के वृक्ष के साथ परमेश्वर ने एक शर्त रखा. ഈ ഉത്തരവാദിത്വമുള്ള മനുഷ്യനോട് പറഞ്ഞു, इस मनुष्य से परमेश्वर ने कहा, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഈ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നീ ഭക്ഷിക്കരുത്. ये भले बुरे के ज्ञान का वृक्ष का फल तू मत खाना. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. वो परमेश्वर की एक आज्ञा है. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ചേരുന്നതാണ് ആ ആദ്യ ഉടമ്പടി എന്ന് പറയുന്നത്. ये दोनों भाग मिलकर के पहला वाचा बनता है. പിന്നീട് സംഭവിച്ച ചരിത്രം നമുക്കറിയാം. उसके बाद क्या हुआ हम जानते हैं. അതിനുശേഷം 3-ാമത്തെ അധ്യായത്തിൽ और तीसरी अध्याय में 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ उसके 16 से 19 आयतों में അവിടെ കർത്താവ് വീണ്ടും ആദാമിനോട് മനുഷ്യരാശിയോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. अब दोबारा परमेश्वर मनुष्य के साथ आदम के साथ वाचा बांधते हैं. ആദ്യ ഉടമ്പടി മനുഷ്യരാശിയോട് മുഴുവനുള്ള ഉടമ്പടിയാണ്. पहली वाचा पूरे मानव जाति के लिए था, വീഴ്ചയ്ക്ക് ശേഷമുള്ള ഉടമ്പടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ लेकिन पाप में गिरने के बाद जो वाचा बांधे हैं പ്രസവ വേദനയായി, और बच्चे की पीड़ा, ഭൂമിയുടെ മേൽ ശാപമായി, पृथ्वी के ऊपर में श्राप आ गया, ഒരുപാട് പ്രതിസന്ധികൾ കാണാൻ കഴിയുന്നുണ്ട്. बहुत सारे प्रतिकूलता देखते हैं. പക്ഷെ അവിടെ പ്രതീക്ഷയുള്ള ഒരു വാക്കെന്ന് പറയുന്നത് लेकिन फिर भी उम्मीद की एक शब्द वहां पर है. ഇംഗ്ലീഷിൽ സീഡ് എന്നൊരു വാക്കാണ്. वहां पर बीज एक शब्द इस्तेमाल किया है സന്തതി എന്നൊരു വാക്ക്. और वहां पर एक संतान शब्द आया है. കർത്താവ് ആദമിനോട് പറയുവാനിടയായി, परमेश्वर आदम से बोला, ഇതെല്ലാം സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ये सब कुछ ऐसे होने से भी ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയിൽ मैं और आपके बीच की वाचा में ഞാനൊരു പ്രോമിസ് തരാൻ പോകുകയാണ്. मैं तुझे एक वायदा दूंगा. ഞാനൊരു പ്രോമിസ്ഡ് സീഡിനെ അയക്കുവാൻ പോകുന്നു. मैं एक वायदा का संतान को भेजूंगा. എല്ലാ ഉടമ്പടികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. सारी वाचा की विशेषता होती है. ഉടമ്പടികളിൽ വാഗ്ദത്തമുണ്ട്. उन वाचा में वायदा होती है. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? कितने लोग पहचान रहे हैं? നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ കീഴിലാകുന്നു എങ്കിൽ, यदि आप नई वाचा का पीढ़ी है, ആ ഉടമ്പടിയുടെ ഉള്ളിൽ വാഗ്ദത്തങ്ങളുണ്ട്. उस नई वाचा के अंदर में वायदाएं हैं. ആദമിനോടുള്ള ആ ഉടമ്പടിയിൽ आदम की साथ की वाचा में കർത്താവ് പ്രത്യേകമായി പറയുവാനിടയായി, परमेश्वर ने विशेष करके बोला, ഞാനൊരു സീഡിനെ അയക്കുവാൻ പോകുന്നു. मैं एक संतान को भेजूंगा. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. यहाँ पर बैठे हुए आपकी एक विशेषता है. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സീഡിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, आप उस संतान के इंतजार में बैठने वाले नहीं, ആ സീഡിനെ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ आप ഓരോരുത്തരും. उस संतान को लेकर चलने वाले लोग हैं. രണ്ടാമത്തെ ഉടമ്പടി ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടിയാണ്. और दूसरी वाचा परमेश्वर ने नूह के साथ किया है. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. उत्पत्ति की पुस्तक 9वें अध्याय में हम पढ़ सकते हैं. മനുഷ്യന് വലിയൊരു ജലപ്രളയത്താൽ നാശം സംഭവിച്ചതിന് ശേഷം जब मनुष्य को बहुत बड़ी बाढ़ के साथ विनाश करने के पश्चात 8-ാമത്തെ അധ്യായത്തിൽ 8वें
अध्याय में നോഹ വിടുവിക്കപ്പെട്ടിട്ട് और नूह चुड़ाए जा करके ഒരു യാഗപീഠം പണിയുവാനിടയായി. और एक वेदी बनाया ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിൽ ഹോമയാഗം കഴിച്ചു. और अच्छे अच्छे चीजों को निकाल करके परमेश्वर के लिए होम बलि चढ़ाया. ആ യാഗത്തിന്റെ സൗരഭ്യ വാസന ദൈവം മണത്തതിന് ശേഷമായി उस बलिदान की सुगंध परमेश्वर सूंघने के बाद കർത്താവ് നോഹയുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. परमेश्वर नूह के साथ एक वाचा बांधी അത് മനുഷ്യരാശിയോട് മുഴുവനുള്ള ഒരു ഉടമ്പടിയാണ്. और ये वाचा भी पूरी मानव जाति के लिए है. ആ ഉടമ്പടിയിൽ കർത്താവരോട് പ്രത്യേകമായി പറയുവാനിടയായി. और उस वाचा में परमेश्वर ने विशेष करके बोला, നിങ്ങൾക്ക് അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. 9वें अध्याय के 8 से लेकर हम पढ़ सकते हैं. ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടും അരുളി ചെയ്തു, ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെ ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല. मैं तुमसे, तुम्हारा संतानों से और जहां से जितने जानवर पक्षी जीव जंतु निकले हैं, तुमसे मैं एक वाचा बांधता हूं कि मैं जल प्रलय के साथ अब तुझे नाश नहीं करूंगा. സോ ഈ ഉടമ്പടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് और इस वाचा में हम देखते हैं മൃഗങ്ങളോടും പക്ഷികളോടും പോലും കർത്താവ് ആ ഉടമ്പടിയിൽ അവരെ കൂടെ അതിന്റെ ഭാഗമാക്കി. परमेश्वर जब वाचा नूह से बांधा, परमेश्वर ने जानवर यहां तक पक्षियों को भी उसमें शामिलित किया. അതിനൊരു അടയാളവും കൊടുത്തു. उसके लिए एक चिन्ह भी दिया. ആകാശത്തിൽ തന്റെ വില്ല് കർത്താവ് വിരിച്ചു. परमेश्वर ने आकाश में एक इंद्रधनुष को बनाया. ഈ അടയാളം കാണുമ്പോൾ ഓർത്തുകൊള്ളുക, और इस इंद्रधनुष को देखते समय याद रखना, ജലപ്രളയത്താൽ ഇനിയും ആ ഭൂമിയെ ദൈവം നശിപ്പിക്കുകയില്ല. अब से जल प्रलय के साथ परमेश्वर भूमि को नाश नहीं करेगा. 2 പത്രോസ് 2:5 ഇതിനെക്കുറിച്ചുള്ള ചെറിയ വിശദീകരണം കാണുവാൻ കഴിയുന്നുണ്ട്. दूसरे पत्रस 2:5 में भी इसके बारे में हम जानकारी पाते हैं. ആ ഉടമ്പടി നൽകിയ കർത്താവ് वही वाचा दिया हुआ परमेश्वर ഇന്നും ആ ഉടമ്പടിയിൽ നിലനിൽക്കുകയാണ്. और वही वाचा में आज तक अटल है. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. ये वाचा की विशेषता यही है, ഉടമ്പടി സ്ഥാപിതമായി കഴിഞ്ഞാൽ जब वाचा स्थापित किया जाता है ഉടമ്പടികൾ അൺബ്രേക്കബിൾ ആകുന്നു. अब वाचा तोड़ा नहीं जा सकता है. Praise the Lord. हालेलुया. മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാമിനോടുള്ള ഉടമ്പടി കാണുവാൻ കഴിയുന്നു. आगे हम देखते हैं अब्राहम के साथ परमेश्वर ने वाचा बांधा. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. उत्पत्ति 12 अध्याय में, അതും ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഉടമ്പടിയാണ്. और ये भी बिना शर्त की एक वाचा है. അവിടെ അബ്രഹാം ആ സമയത്തും അബ്രഹാമും ഒരു യാഗം അർപ്പിക്കുന്നത്, യാഗത്തിന്റെ ഒരു ആരംഭം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. वहां पर भी अब्राहम बलि चढ़ाते हुए हम देखते हैं. ആ മൃഗങ്ങളെ പിളർത്തിയതിനു ശേഷമായി और जानवरों को फाड़ने के बाद അതിന് നടുവിലൂടെ ദൈവസാന്നിധ്യം നടന്നുപോയി. और उसके बीच से परमेश्वरी उपस्थिति गया. അതുകൊണ്ട് എബ്രായ പദത്തിൽ ഉടമ്പടിക്ക് പറഞ്ഞിരിക്കുന്ന വാക്ക്, इसलिए इब्रानी शब्द में वाचा के लिए इस्तेमाल किया हुआ शब्द, അതിന് ഏകദേശം ഈ അർത്ഥം വരുന്നുണ്ട്, 2 പീസ് ആക്കുക, അതിന്റെ നടുവിലൂടെ നടക്കുക എന്നൊരു അർത്ഥം വരുന്നുണ്ട്. इब्रानी भाषा में उसका अर्थ ये 2 टुकड़ा करना और उसके बीच में से गुजर जाना. ആ യാഗം ഉടമ്പടിയുടെ ഒരു അടയാളമായിരുന്നു. क्योंकि वो बलिदान इस वाचा का चिन्ह है. അതിനുശേഷം കർത്താവ് അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്യുവാനിടയായി. उससे बाद परमेश्वर ने अब्राहम से वाचा बांधा. പലയിടങ്ങളിൽ ആ ഉടമ്പടിയുടെ വിശദീകരണങ്ങൾ ചിന്നിക്കിടക്കുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. उत्पत्ति की पुस्तक में हम उस वाचा के परिणाम कई जगहों में पढ़ते हुए हम पढ़ते हैं. ഉൽപ്പത്തി 12:1 മുതൽ അതിന്റെ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. उत्पत्ति 12 के 1 से लेकर के 3 तक हम पढ़ सकते हैं. അതേ അധ്യായത്തിൽ 6-7 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. उसी अध्याय में 6-7 में हम देख सकते हैं. ഉൽപ്പത്തി 13-ാം അധ്യായം 14-17 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. उत्पत्ति 13 अध्याय का 14 और 17 वचन में पढ़ते हैं. 17-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. 17 अध्याय के 1 से लेकर के 14 तक हम पाते हैं. ഇതെല്ലാം കർത്താവ് അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. ये सब पदों में अब्राहम को दिया हुआ परमेश्वरी वाचा दिखता है. ആ ഉൽപ്പത്തി 12-ൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ उत्पत्ति 12 में यदि आप ध्यान दे, യഹോവ അബ്രഹാമിനോട് പറയുന്നത്, यहोवा अब्राहम से कहा, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. तुम अपने कुटुंबियों को, पिता के घर को और जन्मभूमि को छोड़ करके जिस देश को मैं दिखाऊंगा उस देश में चले जाओ. ആ പദപ്രയോഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കണ്ടീഷണൽ അല്ല. ये कोई शर्तिये नहीं है. പോയാൽ അനുഗ്രഹിക്കുമെന്നല്ല പറഞ്ഞത്. यदि तू जाएगा मैं आशीष दूंगा नहीं बोला. അവനോട് പറയുന്നത് നീ പോക, तू जा, നീ പോയിരിക്കും. तू जाएगा കാരണം നിന്നെ ഞാൻ കണ്ടിരിക്കുകയാണ്. क्योंकि मैंने तुझे देखा है. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കണ്ടീഷൻ ഒന്നും തരേണ്ട കാര്യമില്ല. इसलिए मैं तुमको कोई शर्त देने का जरूरत नहीं है. നിനക്ക് എന്നെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതിനാൽ
मैंने तुम्हें प्रकट कर दिया है, നീ പോയിരിക്കും. तू जाएगा। അതിനുശേഷമാണ് കർത്താവ് പറയുന്നത്, उसके बाद परमेश्वर बोलते हैं, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. मैं तुझसे एक बड़ी जाति बनवाऊंगा। എന്തിനാണ് അബ്രഹാമിനെ വിളിച്ചത്? परमेश्वर ने अब्राहम को क्यों बुलाया? അബ്രഹാമിനെ ഒരു നേഷൻ ആക്കുവാൻ വേണ്ടിയാണ് വിളിച്ചത്. अब्राहम को एक देश बनाने के लिए, एक जाति बनाने के लिए। നിങ്ങളിൽ ചിലർക്ക് വേണമെങ്കിൽ ഒരു നേഷനായി തീരുവാൻ കഴിയും. आप में से कोई एक देश जाति बन सकते हैं, ഒരു നേഷന്റെ അപ്പോസ്തലനായി തീരുവാൻ കഴിയും. एक देश का प्रेरित आप बन सकते हैं, ഒരു സ്റ്റേറ്റിന്റെ അപ്പോസ്തലനായി തീരുവാൻ കഴിയും. एक प्रांत का प्रेरित बन सकते हैं। നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും. मैं तुझे आशीष करके नाम तेरा बढ़ाऊंगा। തെറ്റിദ്ധരിക്കരുത്. എങ്ങനെയായി പേര് വലുതാകുന്നത്? ये नाम बड़ा होने का मतलब क्या है? ഇവന്റെ പേരിനെ അങ്ങ് ഭയങ്കര വലുതാക്കുകയല്ല, वो इनके नाम को बड़ा नहीं करते, വലിയ വലിയ അക്ഷരത്തിൽ എഴുതുകയല്ല, नाम को बहुत बड़ा अक्षर में नहीं लिखेगा, അവന് വലിയ പ്രസിദ്ധി കൊടുക്കുകയല്ല, उसका नाम को प्रसिद्ध नहीं करेगा, ഒത്തിരി പണം കൊടുക്കുകയല്ല. ज्यादा धन नहीं दे रहा है। പേരെങ്ങനെയാ വലുതാകുന്നത്? नाम कैसे बड़ा होगा? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, यदि वो सरल रीत से बोलूं, നിങ്ങളുടെ പേര് ചിലപ്പോൾ നിങ്ങളുടെ പേര് പ്രവീൺ ഫിലിപ്പ് എന്നാണെങ്കിൽ, यदि आपका नाम प्रवीण फिलिप है, ആ പ്രവീൺ നിങ്ങളുടെ പേരും वो प्रवीण आपका नाम, ഫിലിപ്പ് നിങ്ങളുടെ അപ്പന്റെ പേരുമാണ്. फिलिप आपका पिता का नाम है। അപ്പന്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാകും. बाप का नाम सुनने से पता चलता है। രാജീവ് ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ, राजीव गांधी जैसे हम सुनते हैं, രാജീവ് ആ വ്യക്തിയുടെ പേരാണ്, राजीव उस नाम का व्यक्ति का नाम है, ഗാന്ധി എന്ന് പറയുന്നത് അപ്പന്മാരുടെ ആ കുടുംബത്തിലെ അപ്പന്റെ പേരാണ്. और वो गांधी उसका जो सरनेम है। സോ ഇന്ത്യയിൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പേരല്ല. गांधी मतलब कोई साधारण नाम नहीं है। അതേപോലെ वैसा ही നിന്റെ പേരിന്റെ അറ്റത്ത് तेरे नाम के आगे കർത്താവിന്റെ പേരുടെ ചേർത്ത് വയ്ക്കാൻ പോകുകയാണ്. परमेश्वर अपने नाम जोड़ने जा रहा है। നിന്റെ പേരിനോട് ചേർന്ന് കർത്താവിന്റെ പേരുടെ ചേർക്കുവാൻ പോകുകയാണ്. तेरे नाम के आगे परमेश्वर अपने नाम भी जोड़ेगा। അപ്പൊ നാട്ടിൽ ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാണെങ്കിൽ अब आपसे कोई पूछेगा, നിനക്ക് പറയാൻ കഴിയും, तू ऐसे बोलेगा, ഞാൻ ദൈവത്തിനുള്ളവനാണ്. मैं परमेश्वर का हूँ। നാട്ടിൽ ആരെങ്കിലും നിന്നോട് ചോദിക്കാതെ, आपके आसपास वाले आपसे पूछे, നിന്നോടൊന്നും ചോദിക്കാതെ तेरे से बिगड़ पहुंचे, നിന്നെ എന്തെങ്കിലും ചെയ്യുവാൻ തൊടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, यदि आपको छूने का कोशिश करे, അപ്പം പറയും അവനെ തുടരുതെന്ന് പറയുക. बाप बोलेगा उसे मत छुओ। ചോദിക്കാനും പറയാനും ആളുണ്ട്. अरे उसके बारे में देख रेख करने वाला है। അനാഥനെ ഒന്നുമല്ല നീ തൊടുന്നത്, तुम आत्मिक ऐसे व्यक्ति को नहीं छू रहे, ഞാനാണ് അവന്റെ അപ്പൻ. मैं उसका बाप हूँ। അപ്പൊ എന്റെ അപ്പന്, നിങ്ങളുടെ അപ്പന്, നിങ്ങളുടെ ആത്മീക അപ്പന് നിന്റെ അപ്പനാണെന്ന് പറയാൻ യാതൊരു നാണവും ഇല്ല. आपके आत्मिक पिता को आपका पिता है बोलने में कोई शर्म नहीं है। Praise the Lord. അബ്രഹാമിന്റെ അപ്പൻ പറയുന്ന, ഇവർ എന്റെ മക്കളാ, അബ്രഹാം എന്റെ മോനാ, ഇസ്ഹാക്ക് എന്റെ മോനാണ്. ലജ്ജയില്ലാതെ കർത്താവ് സാക്ഷ്യം പറയും. अब्राहम इसहाक के बारे में परमेश्वर बोलते ये मेरे बच्चे हैं। आपका पिता परमेश्वर आपके बारे में गवाही बोलेगा। അങ്ങനെയാണ് നമ്മുടെ പേര് വലുതാകുവാൻ वैसे ഇടവരുന്നത്. ही हमारा नाम बड़ा महान होता है। പോസ്റ്ററിൽ പേര് വന്നതുകൊണ്ടൊന്നും നമ്മുടെ പേര് വലുതാകത്തില്ല. हम पोस्टर में नाम आने से हमारा नाम बड़ा नहीं होगा। നിങ്ങൾ വലിയ പേരാക്കിയാലും നിങ്ങളുടെ പേര് വലുതാകത്തില്ല. आप अपने नाम को खींच करके बड़ा करेगा तो भी बड़ा नहीं होगा। എന്നാൽ നിങ്ങൾ പ്രസംഗിക്കുവാൻ പോകുമ്പോൾ, लेकिन जब आप प्रचार करने जाते हैं, നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, यदि आपका पिता आपके बगल में खड़े हैं, നിന്റെ പേര് വലുതാകാൻ ഇടവരും. आपका नाम महान हो जाएगा। എത്ര പേർ അത് ആഗ്രഹിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ട്? कितने लोग ऐसे चाहते हैं कि पिता आपके साथ खड़े हो और आपका नाम महान हो। ആ ഭാഗത്ത് തന്നെ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. मैं तुझे आशीष करके तेरा नाम बढ़ाऊंगा और तू एक आशीष का मूल होगा। ഇവിടെ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, आशीष पाने के लिए आप नहीं आए हो, അനുഗ്രഹമാകാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ आप വന്നിരിക്കുന്നത്. आशीष बनने के लिए आए हो। നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഗ്രഹമാണ്. अभी तो आप आशीष है। Yes, praise the Lord. मैन ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹമാണ്. आप अभी आशीष है। ആമേൻ. ആ അനുഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം നാം പഠിക്കുകയാണെങ്കിൽ, ये अनुग्रह का शब्द का अर्थ पढ़े, വിശദമായി നമുക്ക് പഠിക്കാൻ കഴിയും. हम उसको अच्छे विस्तृत से पढ़ सकते हैं। അവസാനം നമ്മൾ എത്തിച്ചേരുന്ന എവിടാണെന്ന് അറിയാമോ? हम आखिर में कहां पर पहुंचते हैं? ബ്ലെസ്സിംഗ് ഈസ് എ പേഴ്സൺ. और आशीष एक व्यक्ति है। അനുഗ്രഹം ഒരു വ്യക്തിയാണ്. आशीष एक व्यक्ति है। ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. उस व्यक्ति का नाम यीशु है। അപ്പൊ നിന്റെ സാമ്പത്തികമോ നിന്റെ ജോലിയോ ഒന്നുമല്ല അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. आपका पैसा, आपका नौकरी, आपका जमीन नहीं है आशीष। ഈ പേഴ്സൺ നിന്റെ ഉള്ളിൽ ഉണ്ടോ? ये व्यक्ति यीशु तेरे अंदर है। ഈ പേഴ്സൺ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ
यीशु यदि तेरे अंदर है നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ഈ तो പ്രപഞ്ചത്തിലില്ല. आपके समान आशीषित व्यक्ति नहीं. 22-ാമത്തെ അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ लेकिन उत्पत्ति 22वें अध्याय का 15 से 18 तक आयतों में അവിടെയും സീഡ് എന്ന വാക്ക് വരുന്നുണ്ട്. वहां पर भी संतान या बीज शब्द आता है. അബ്രഹാമിനോടും പറയുകയാണ്, परमेश्वर अब्राहम से कह रहे हैं ഞാൻ ഐശ്വര്യമായിട്ട് നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. मैं तुझे ऐश्वर्यमय ढंग से आशीषित करूंगा. നിന്റെ സീഡിനെ, നിന്റെ സന്തതിയെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാൻ പോകുന്നു. मैं तुम्हारा संतान को बढ़ाऊंगा. എന്നിട്ട് 18-ാം വാക്യത്തിൽ പറയുകയാണ്, 18 में कहते हैं ഇൻ ദൈ സീഡ് അഥവാ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. तेरे संतानों के कारण से भूमंडल के सारा कुल आशीष पाएगी. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. दोनों में अंतर है. നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാക്കും. मैं तुम्हारा संतानों को आकाश की तारोगण से बनाऊंगा. അത് തന്റെ ജഡീക സന്തതികളെ കുറിച്ചാണ് പറയുന്നത്. वो उनके शारीरिक संतानों के बारे में बोलता है. എന്നാൽ 18-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. लेकिन 18 आयत में कहते हैं तेरे संतानों के कारण भूमंडल के सारा कुल ആ आशीष സന്തതി पाएंगे. യേശു ക്രിസ്തുവാകുന്നു. वो यीशु मसीह है. സോ ആദാമിനോട് പറഞ്ഞ പ്രോമിസ് आदम से बोला हुआ वायदा ഇവിടെ അബ്രഹാമിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. अब्राहम में दोहराया जाता है. അബ്രഹാമിൽ നിന്ന് ആ പ്രോമിസ് अब्राहम की वायदा തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम उसको आगे चलते हुए हम देखते हैं. മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കവനന്റ് ആണ്, മറ്റൊരു ഉടമ്പടിയാണ് മോശയുടെ സമയത്തുള്ള ഉടമ്പടി. और उसके बाद हम मूसा को दिया हुआ वाचा हम पढ़ते हैं. मूसा का ആവർത്തന പുസ്തകം 11-ൽ പോവുകയാണെങ്കിൽ और यदि हम व्यवस्था वर्ण के पुस्तक उसके 11 अध्याय जाए ആ ഉടമ്പടിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണുവാൻ കഴിയും. वहां पर हम लोग देख सकते हैं. ആ ഉടമ്പടിക്കകത്ത് ശാപവും അനുഗ്രഹവുമാണ്. और उस वाचा में श्राप भी है, आशीष भी है. പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിലെ 6 ഉടമ്പടികളിലും पुराना नियम की 6 वायदाओं में പാപക്ഷമ forgiveness of സിന്നിന് ഒരു സാധ്യതയുമില്ല. और पुराना नियम की 6 वाचा में पापों की क्षमा का कोई गुंजाइश नहीं है. മോശയുടെ ഉടമ്പടി ശ്രദ്ധിക്കുക. मूसा की वाचा देखे അവിടെ ക്ഷമയൊന്നുമില്ല. क्षमा नहीं है. പാപം ചെയ്തു കഴിഞ്ഞാൽ ചില ആചാരങ്ങളുണ്ട്. आप पाप करने से बलिदान चढ़ाना है. മരണത്തിനുള്ള പാപമാണെങ്കിൽ यदि मृत्यु के लायक पाप है ഒരാചാരവും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. कोई बलिदान तुझे नहीं बचा सकता. ക്ഷമ നിനക്ക് ലഭിക്കാനും പോകുന്നില്ല. और क्षमा तो तुमको कभी मिलेगा भी नहीं. നിന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാനിട വരും. पत्थरवाल से तू मारा जाएगा. ശാപം വരുന്ന പാപമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ यदि श्रापित होने लायक पाप किए हो ഒരു റിച്വലും നിന്നെ ശാപത്തിൽ നിന്ന് വിടുവിക്കത്തില്ല. कोई प्रकार की कार्य तुझे उस श्राप से बचा नहीं पाएगा. നീയും നിന്റെ തലമുറയും ശാപത്തിൽ തന്നെ തുടരേണ്ടതായിട്ട് വരും. तू और तेरे पीढ़ी श्रापित ही रहेगा. അതാണ് മോശയുടെ ആ ഉടമ്പടിയുടെ പ്രത്യേകത. यही मूसा का वाचा की विशेषता है. 10 കൽപ്പനകളുണ്ട്. 10 आज्ञाएं हैं. അതിനുശേഷമായിട്ട് 600-ലധികം നിയമങ്ങളുണ്ട്. उसके अलावा 600 से भी ज्यादा नियम हैं. ഈ 600 നിയമങ്ങളെ വിഭജിക്കുകയാണെങ്കിൽ 300-ലധികം പോസിറ്റീവായിട്ടുള്ള നിയമങ്ങളും 300-ലധികം നെഗറ്റീവായിട്ടുള്ള നിയമങ്ങളുമുണ്ട്. ये जो परमेश्वर ने नियम जो दिया जो 600 में से सकारात्मक 300 हैं और नकारात्मक भी 300 ഈ हैं. 600 നിയമങ്ങളും പാലിക്കുവാൻ ആർക്ക് കഴിയും? और इन 600 नियमों को कौन पालन करेगा? അതിനാൽ ശാപം വരുമെന്ന് ഉറപ്പാണ്. इसलिए श्राप तो आएगा ही. ശാപം വന്നാൽ ശാപം പൊട്ടിക്കുവാൻ യാതൊരു വഴിയുമില്ല. श्राप आने से श्राप को तोड़ना कोई गुंजाइश नहीं है. ശപിക്കപ്പെട്ടവന് പിന്നെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള വഴികളില്ല. श्रापित व्यक्ति कभी भी आशीष नहीं प्राप्त कर सकते. എന്നാൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ആ അവസ്ഥയിലല്ല. लेकिन अब हम उस परिस्थिति में नहीं है. നിന്റെ ഭവനമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ട ഭവനമെങ്കിലും यदि तुम्हारा खानदान दुनिया का सबसे श्रापित खानदान है നിന്റെ സകല ശാപങ്ങളും പൊട്ടിക്കുവാൻ പ്രാപ്തിയുള്ള ഒരുവനുണ്ട്. लेकिन तुम्हारे सारे श्रापों को तोड़ने का योग्य एक व्यक्ति है.